ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെ ഉള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ നേമി ദശരഥൻ ആയി മാറിയതാണ്. പ്രിയരെ, അയോധ്യ രാജ്യത്തെ മഹാരാജാവാണ് ദശരഥൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നേമി എന്നായിരുന്നു. ഇദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് ലഭിക്കാനിടയായ കഥ കമ്പരാമായണത്തിൽ കാണാം. രാക്ഷസ വംശത്തിൽ ശമ്പരൻ എന്നൊരു പ്രതാപി ഉണ്ടായിരുന്നു. മായാവിദ്യകളിൽ മുമ്പനായിരുന്ന ശമ്പരൻ ഒരിക്കൽ ദേവലോകം ആക്രമിച്ച് കീഴടക്കി. അവൻ ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ സസുഖം പാർത്തു. അസുരനിൽ നിന്നുണ്ടായ ഈ പ്രവൃത്തി ദേവേന്ദ്രനെ അപമാനിതനാക്കി. എന്നാൽ ശമ്പരനെ ആക്രമിച്ച് കീഴടക്കാനുള്ള ശക്തി ഇന്ദ്രനില്ലായിരുന്നു. ദേവലോകത്തിന്റെ പരിതാപകരമായ ഈ അവസ്ഥ മാറ്റാൻ ബ്രഹ്മദേവൻ തീർച്ചയാക്കി. അദ്ദേഹം അക്കാലത്തെ വിശ്വവിജയിയും അയോധ്യ രാജാവുമായ നേമിക്ക് മുമ്പിൽ പ്രത്യക്ഷനായി ആവശ്യപ്പെട്ടു: ഹേ രാജൻ, ശമ്പരാസുരന്റെ മായാപ്രയോഗത്താൽ ദേവലോകം ദുഃഖിക്കുന്നു. ദേവന്മാരെ സഹായിച്ച് ദേവലോകം തിരികെ ഇന്ദ്രനിൽ എത്തിക്കേണ്ട ചുമതല ഇപ്പോൾ അങ്ങിൽ വന്നു ചേർന്നിരിക്കുന്നു. അങ്ങ് ഉടൻ തന്നെ ശമ്പരനെ വധിക്കുക. ബ്രഹ്മാജ്ഞ കേട്ട ഉടൻ തന്നെ നേമി യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. മായാവേഷത്തിൽ വന്നെടുത്ത ശമ്പരനെ അദ്ദേഹം നിഷ്പ്രയാസം പരാജിതനാക്കി. ക്രുദ്ധനായിത്തീർന്ന ശമ്പരൻ ഉടൻ തന്നെ 10 ശമ്പരനായി മാറി 10 ദിക്കുകളിൽ നിന്നുകൊണ്ട് യുദ്ധം തുടർന്നു. നേമി പരിഭ്രാന്തനായില്ല. അദ്ദേഹം 10 പേരെയും ഒരേ സമയം തന്നെ നേരിട്ടു. 10 പേരെയും അദ്ദേഹം ഒരേ സമയം തന്നെ വധിക്കുകയും ചെയ്തു. ദേവന്മാർ സന്തുഷ്ടരായിത്തീർന്നു. ദേവന്മാരാൽ സാധ്യമാകാത്ത കർമ്മം കേവലം ഒരു മനുഷ്യൻ നിർവഹിച്ചിരിക്കുന്നു. അവർ നേമിയെ അനുഗ്രഹാശിസുകൾ കൊണ്ട് പൊതിഞ്ഞു. ഈ ഘട്ടത്തിൽ ബ്രഹ്മദേവനും അവിടേക്ക് എഴുന്നള്ളി. അദ്ദേഹം അരുളി ചെയ്തു: ഹേ രാജാവേ, അവിടുന്ന് ലോകത്തെ ഘോരമായ ഒരു വിപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ ഈ പ്രവൃത്തി ശ്ലാഘനീയം തന്നെ. അയോധ്യയുടെ സുവർണ ചരിത്രത്തിൽ അങ്ങയുടെ നാമധേയം ചിരസ്ഥായിയാകും. ദേവൻ തുടർന്നു: ഏകകാലത്തിൽ 10 ദിക്കിലേക്കും അഭിമുഖമായി നിന്ന് അങ്ങ് അനുഷ്ഠിച്ച യുദ്ധതന്ത്രം എക്കാലവും സ്മരിക്കപ്പെടും. താങ്കളുടെ ആ യുദ്ധ നൈപുണ്യത്തെ മാനിച്ച് അങ്ങ് ദശരഥൻ എന്ന പേരിൽ അറിയപ്പെടും. അന്നു മുതൽക്കാണ് നേമി ദശരഥൻ എന്ന പേരിൽ വിഖ്യാതനായത്. സ്നേഹപൂർവം, രഞ്ജൻ, കയനാട്.